CP+ൻ്റെ 8 ചാനൽ, അതുപോലെ 4 ചാനൽ, 16 ചാനൽ എല്ലാ വേർഷനിലും വരുന്നുണ്ട്. 4K i3 V2 വേർഷൻ റെക്കോർഡർ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള റെക്കോർഡറാണ്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതിൽ നിന്നും കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സുള്ള റെക്കോർഡറാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് അഡ്വാൻറ്റേജസ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് 8 ചാനൽ അനലോഗും 16 ചാനൽ IP ഇൻപുട്ടായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ IPയിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ 8 മെഗാ പിക്സൽ ക്യാമറയുടെ കണക്ട് ചെയ്യാൻ പറ്റും. 128 Mbps ഇൻകമ്മിങ് ബാൻഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ തന്നെ 16 ക്യാമറകൾ IPയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അനലോഗിൽ 8 ക്യാമറയും. പക്ഷേ അനലോഗും IPയും കമ്പൈൻ ചെയ്തിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് നല്ല പ്രാക്ടീസ് അല്ല. ഒന്നുകിൽ അനലോഗ് അല്ലെങ്കിൽ IP, ഇത് രണ്ടിൽ ഒന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ AI ഇൻസ്റ്റാ സ്ട്രീം യൂസ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ H.265ൻ്റെ H.265+, അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വെർഷൻ, CP+ൻ്റെ ഒരു അഡ്വാൻസ്ഡ് വെർഷനാണ്. അപ്പം അതിലെ അഡ്വാൻറ്റേജ് എന്താണെന്ന് കംപ്രഷൻ വളരെ ഹൈ ആയിരിക്കും. പിന്നെ ഇതിനകത്ത് ഹാർഡ് ഡിസ്ക് എന്ന് പറയുമ്പോൾ 16 TB ഹാർഡ് ഡിസ്ക് വരെ യൂസ് ചെയ്യാൻ പറ്റും, 16 TB വരെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ 8 ചാനൽ വീഡിയോ സ്ട്രീമിംഗ് അനലോഗ് ക്യാമറ, അതിൽ SMD സ്മാർട്ട് മോഷൻ ഡിറ്റക്ഷൻ ഫംഗ്ഷൻ അവൈലബിൾ ആണ്. SMD ആകുമ്പോൾ സാധാരണ ക്യാമറകളിൽ വല്ല മരം ഇളകുന്നതോ അതുപോലെ മഴ പെയ്യുന്നതൊക്കെ മോശനായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. ഇതിനകത്ത് അത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവില്ല. ഒരു മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെയാണ് മോശനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. SMD+ വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ തന്നെയാണ്. കാരണം നമ്മൾ CCTV ഇൻസ്റ്റാൾ ചെയ്യുന്നിടത്തൊക്കെയുള്ള മെയിൻലി ആളുകൾ നേരിടുന്ന പ്രശ്നം എല്ലാ അനക്കങ്ങളും, അതൊരു പാറ്റ പാറുന്നതാണെങ്കിലും ഒരു പ്രാണി പാറുന്നതാണെങ്കിലും ഒരു മഴ പെയ്യുന്നതാണെങ്കിലും മരം ഇളകുന്നതാണെങ്കിലും നിഴലാണെങ്കിലും എന്താണെങ്കിലും മോശനായിട്ട് കൺസിഡർ ചെയ്ത് റെക്കോർഡ് ചെയ്യും. പക്ഷേ ഇവിടെ നമുക്ക് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വണ്ടി അങ്ങനെയൊക്കെ നമുക്ക് ടാർഗറ്റ് പറഞ്ഞിട്ട് അത് മാത്രമാകുമ്പോൾ റെക്കോർഡ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ യഥാർത്ഥത്തിലുള്ള അനക്കങ്ങൾ, നമുക്ക് കൺസേൺ ആയിട്ടുള്ള അനക്കങ്ങൾ മാത്രമായിരിക്കും റെക്കോർഡ് ചെയ്യുക. പിന്നെ ഇതിനകത്തുള്ള ഫീച്ചർ എന്ന് പറയുമ്പോൾ പിന്നെ പെരിമീറ്റർ പ്രൊട്ടക്ഷനാണ്. അതെല്ലാ ക്യാമറകൾക്കും ഉണ്ട് പെരിമീറ്റർ പ്രൊട്ടക്ഷൻ. അത് ക്യാമറയിൽ നമുക്ക് ലൈൻ വരച്ചിട്ട് ആ ലൈൻ ഒരാൾ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അലേർട്ട് കിട്ടണം എന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ആ പെരിമീറ്റർ പ്രൊട്ടക്ഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഫീച്ചറാണ് ഹ്യൂമൻ ഫേസ് റെക്കഗ്നിഷൻ. അത് നമുക്ക് ആളുകളുടെ ഫോട്ടോസിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് ആളുകൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇന്നയാൾ വന്നു എന്നുള്ളത് മനസ്സിലാക്കാനും അതനുസരിച്ച് എന്തെങ്കിലും റിയാക്ഷൻസ് നമ്മൾ അലേർട്ട് ചെയ്യാനോ, ബ്ലാക്ക് ലിസ്റ്റ് ആയിട്ടുള്ള ആളുകളുണ്ടാവും, അങ്ങനത്തെ ബ്ലാക്ക് ലിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ നമുക്ക് സിസ്റ്റത്തിലേക്ക് ആ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ആ ഒരാൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അലേർട്ട് കിട്ടാൻ പറ്റും. അതുപോലെ വൈറ്റ് ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾ വരുമ്പം ഓട്ടോമാറ്റിക്കലി ആൾ അവിടേക്ക് വീട്ടിലേക്ക് ആക്സസ് ചെയ്യാൻ പെർമിഷനുള്ള ആളാണെങ്കിൽ അവിടെ ഒരു ഔട്ട്പുട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ഡോർ ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ വെൽക്കം മെസ്സേജ് പ്ലേ, അങ്ങനെ പലതും നമുക്ക് എന്ത് ചെയ്യാൻ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് വേറെ ഡിവൈസുകളായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുക. പക്ഷേ ആ ഒരു ഐഡൻറ്റിഫിക്കേഷൻ, ഫേസ് റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞ ആ ഒരു സംഭവം ഈ റെക്കോർഡറിനെ ചെയ്യും. അപ്പോൾ അതുപോലെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് AIയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഫീച്ചേഴ്സ് കമ്പൈൻ ചെയ്തിട്ടുള്ള റെക്കോർഡറാണ് ഈ 4K i3 V2 സീരീസിൽ വരുന്ന CP+ൻ്റെ റെക്കോർഡർ.